സ്കൂൾ സമയത്ത് നമ്മളെങ്ങനെ വെച്ചാൽ പിള്ളേരൊക്കെ കളിച്ചു നടക്കും. കാരണം നമ്മള് ലിറ്ററലി കളിച്ചു നടക്കുകയായിരുന്നു. കളിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും അല്ലേ? അപ്പൊ മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും, വാ വാ പഠിക്ക് എന്ന് പറഞ്ഞിട്ട്. മറ്റേ മാഷ് നമുക്ക് പഠിപ്പിച്ച് ആ സമയം പിന്നെയും നമ്മൾ തിരിച്ചു പോയി കളിക്കും. മാഷ് നമ്മളെ വിളിച്ചുകൊണ്ട് വരും. സത്യം പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ആ ഒരു സ്കൂൾ അല്ലെങ്കിൽ ആ കാലഘട്ടം ഓർമ്മ വന്നു ഈ ഒരു സെറ്റിൽ. കാരണം അത്രയധികം രസകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒരു സെറ്റാണ് ഭീഷ്മരുടെ. അവസാനമായി മനസ്സറിഞ്ഞ് ചിരിച്ചതും ഈ സെറ്റിലാണ്. ആദ്യം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷിന്, വിജയനങ്ങളിന് നന്ദി ഈ സിനിമയുടെ ഭാഗമാവാൻ ഞങ്ങളെ ക്ഷണിച്ചതിന്. കാരണം സത്യം ഞങ്ങള് ഒരുമിച്ച് ഇത്രയും ആസ്വദിച്ചിട്ടൊരു സിനിമ ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം രസങ്ങളുണ്ട്. കാരണം രസങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാതെ പരസ്യമായി പറയാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ പുറത്ത് പറയണില്ല. ഞങ്ങളുടെ കൊള്ളരുതായ്മകളെയും ഞങ്ങളെ ഇതൊക്കെ ക്ഷമിക്കുകയും കുറച്ച് കഴിഞ്ഞ് ഞങ്ങളോടൊപ്പം തമാശ പറയുകയും നമ്മളെ ഒക്കെ അടുത്ത് നിർത്തി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ വിജയനങ്ങൾ. ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ സിനിമ ഈ തമാശകളും ഈ രസങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ ഒരു പഴയ പ്രിയദർശൻ അല്ലെങ്കിൽ പ്രിയനങ്ങളുടെ ഒക്കെ സിനിമകൾ ഓർമ്മപ്പെടുത്തുന്ന പോലത്തെ ഒരു ഫൺ ഫാമിലി എന്റർടൈനർ ആണ് ഈ സിനിമ. കാരണം പാട്ട് പാടാനുള്ള അവസരം തന്ന രഞ്ജിൻ, ആദ്യം തന്നെ എവിടെയാണ് രഞ്ജിൻ പോയോ? രഞ്ജിൻ നന്ദി, സ്നേഹം. അപ്പോ പറഞ്ഞു വരുന്നത് ഈ സിനിമ മാർച്ച് 20-നാണ് തിയേറ്ററിൽ എത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തമാശകളും ഈ പറഞ്ഞ രസങ്ങളൊക്കെ ഈ സിനിമയിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും ഒരു ഫൺ ഫാമിലി വാച്ച്, കംഫർട്ട് വാച്ച് ആയിരിക്കും ഈ സിനിമ എന്ന് ഉറപ്പ് തരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. വിജയേട്ടൻ്റെ കൂടെ ഇതിനു മുൻപ് കള്ളനും ഭഗവതിയും എന്ന് പറയുന്ന സിനിമ ആണ് ചെയ്തത്. അതിനുശേഷം വേറൊരു സിനിമ അദ്ദേഹം ചെയ്തു, അതിൽ ഞാൻ ഉണ്ടായില്ല. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഭീഷ്മർ എന്ന് പറയുന്ന സിനിമയിലേക്കാണ് പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് നേരത്തെ ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരുള്ള പോലെ നീയൊക്കെ സ്ഥിരമാണല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് തന്നെ എന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ ദുഷ്ടൻ വേറൊരു ചതിയും കൂടി ചെയ്തു. ഈ പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാനിടയ്ക്ക് വിജയേട്ടനെ വിളിച്ച് ചോദിക്കും, ചേട്ടാ സ്ക്രിപ്റ്റ് എന്തായി, കഴിയുമ്പോൾ ഒന്ന് തരില്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ പുള്ളി കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. പിന്നെ തുടങ്ങാനായിട്ട് തൊട്ടുമ്പോൾ തന്നുട്ടാ ഞാൻ മൊത്തം വായിച്ചിട്ട് ഹാപ്പിയായി. അപ്പോൾ അത്ര ഡിലേ ആവാൻ കാര്യം എന്താണെന്ന് പിന്നെയാണ് ഞാൻ അറിഞ്ഞത്. ധ്യാനിൻ്റെ അടുത്ത് കഥ പറഞ്ഞു കഴിയുമ്പോൾ പുള്ളി ചോദിച്ച് ധ്യാനം സ്ക്രിപ്റ്റ് ഞാൻ അയക്കാമെന്ന് സാറ് പറഞ്ഞപ്പോൾ സ്ക്രിപ്റ്റോ എന്തേ അങ്കിൾ പറയുന്നു ഞാൻ ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മൾ ബന്ധം വെച്ചിട്ട് അതല്ലേ അതിന്റെ ഒരു ഇത്. എനിക്ക് അതെ, സത്യമാണ്. അതെ അതെ അതെ. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ച ഇവനാണോ സ്ക്രിപ്റ്റ് വായിക്കാത്ത ഞാനാണോ നന്നായി ചെയ്തത്? അഭിനയത്തിന്റെ കാര്യത്തിൽ കണ്ടില്ലേ? അത് പടമല്ലേ മാർച്ച് 20 അപ്പൊ അങ്ങനെ പറഞ്ഞ പുള്ളി ഫസ്റ്റ് തന്നെ നീ അപ്പൊ സ്ഥിരം പുള്ളിയുടെ ആർട്ടിസ്റ്റ് ആവാൻ നിൽക്കണ്ട, ഞാൻ ആൾക്കാർ അധികകാലം ഒന്നും ഇങ്ങനെ നീ സ്ക്രിപ്റ്റ് നീ അധികകാലം ബോധമായിരിക്കണം. അല്ല, അപ്പൊ പുള്ളി സ്ഥിരം വിജയേട്ടന്റെ പടത്തിലെ ഒരാളാവാൻ വേണ്ടി ഞാൻ ആയിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അടുത്ത പ്ലാനിങ്ങിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളെല്ലാവരുടെയും വൈബ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, ലൊക്കേഷനിൽ ഇത്ര എൻജോയ് ചെയ്ത് വേറൊരു ലൊക്കേഷൻ ഇല്ല. അത്ര രസകരമായിരുന്നു. അതിനൊക്കെ ഞങ്ങളുടെ മാഷിനെ പോലെ പ്രിൻസിപ്പളിനെ പോലെ വിജയേട്ടനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പുള്ളി ചെറിയ വേഷം അങ്ങനെയൊന്നുമല്ല. ഇതിൽ നായകൻ ആരാന്നുള്ളതിൽ ഞങ്ങൾ തമ്മിൽ വേറെ തർക്കമൊന്നുമില്ല. ഉണ്ണിലാലുവാണെന്നാണ് ഉണ്ണിലാലിനെ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ യഥാർത്ഥ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ മാഷ് തന്നെയാണ്. എന്റെ ഡ്രസ്സും ഉണ്ണിലാലുവിന്റെ വേഷം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആരാണ് ഇതിലെ നായകൻ. എന്തായാലും ഒരുപാട് സന്തോഷം.
എല്ലാവരും ഭീഷ്മർ 20-ാം തീയതി വരുമ്പോൾ തീർച്ചയായും കാണണം, പ്രോത്സാഹിപ്പിക്കണം. നല്ല രസമുള്ള ചിരിക്കാനുള്ള ഒരു സിനിമയാണ്. Thank you so much.